ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. നമ്മുടെ കോട്ടാഡോറിയ സാരിയുടെ വീഡിയോ ഇട്ടപ്പോൾ മുതൽ നമ്മുടെ ഫോണിന് എൻക്വയറി നമ്പറിന് ഒരു റെസ്റ്റോ ഇല്ല, അത്രയും എൻക്വയറിയാണ്. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ കോട്ടാഡോറിയ സാരിയാണ്. നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനിലാണ് സാരീസ് വന്നിട്ടുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. ന്യൂ സ്റ്റോക്ക് ഇപ്പോൾ വന്നതേ ഉള്ളൂ, അപ്പോൾ ഉടനെ തന്നെ വീഡിയോ ഇടാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ. പിന്നെ കോട്ടാഡോറിയനെ പറ്റി എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് പർച്ചേസ് ചെയ്തോളൂ. കാരണം ഇതൊരു സ്പെഷ്യൽ ഫാബ്രിക് ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഊതിയ പറക്കും എന്ന് പറയുന്നില്ല. പ്യുവർ ഹാൻഡ് മെയ്ഡ് കോട്ടൺ ആണ്. കോട്ടാഡോറിയ കണ്ടോ, ഇത്രയും സീ ത്രൂ ആണ്. അതിൽ പ്യുവർ ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സാരീസ് ആണ്. ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്നതാണ്. വീണ്ടും വീണ്ടും പറയണേൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ബോറടിക്കാണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചത്. ഇതേപോലെ പല്ലു വരിക കണ്ടോ. ഇത് ഭയങ്കര തിൻ ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഉടുക്കാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. ഇങ്ങനെയാണ് സാരി വരിക കേട്ടോ. വൺ ലെയറിൽ എടുക്കുമ്പോൾ ഇതേപോലെ ഉണ്ടാവും. പ്യുവർ കോട്ടാഡോറിയ സാരീസാണ്. കണ്ടോ, ഇവിടെ അപ്പർ ബോർഡർ ഇതേപോലെ നല്ല ഡാർക്ക് ബ്ലൂ ആണ്. ലോവർ ബോർഡറിലാണ് ഈ ഒരു ഡിസൈൻ വരിക. നല്ലൊരു ഫ്ലോറൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്. പല്ലു ഇങ്ങനെ വരും. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ കണ്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. ഇത് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഫങ്ഷൻ വെയർ ആയിട്ടും ഒക്കെ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് സ്റ്റൈൽ ചെയ്യുന്നതിനനുസരിച്ചിരിക്കും അതിൻ്റെയൊക്കെ ഒരു ഭംഗി. അപ്പോൾ ഈ മെറ്റീരിയലിനെ പറ്റി എല്ലാം മനസ്സിലാക്കി മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. റേറ്റ് 1850 ആണ് കേട്ടോ. ഇനി അടുത്ത സാരി. അപ്പം നമ്പർ 1 ആണ്. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടി തന്നെ എടുക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് വേഗം അവൈലബിലിറ്റി പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമ്പർ 2 യെല്ലോ ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ. ഇത് കോട്ടാഡോറിയയിൽ വരുന്ന ആ ഒരു യെല്ലോ, അതേപോലെ ചന്തേരി മഹേശ്വരിയിലൊക്കെ വരുന്നത് ഒരു സ്പെഷ്യൽ യെല്ലോ ആണ്. അതിന് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അതാ സാരി വന്നിട്ടുണ്ട്. യെല്ലോ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇത് നിങ്ങൾ എൻക്വയറി ചെയ്യുമ്പോൾ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളെ അറിയിക്കുക. ഉടനെ തന്നെ പേയ്മെൻറ്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് ഇട്ടാലേ ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ. ഹോൾഡ് ചെയ്യില്ല കേട്ടോ. ഒരുപാട് പേര് എൻക്വയറിയുടെ ടൈമിൽ വെറുതെ ചോദിച്ചു പോകുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് വേണ്ടവർക്ക്, അത് ആർക്കാണോ ആവശ്യം അവർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് പേയ്മെൻറ്റ് ചെയ്താലേ ബുക്കിംഗ് പോസിബിൾ ആവുള്ളൂ. നമ്പർ 2 ഇതേപോലെയാണ് പല്ലു. ആൻഡ് ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. വിത്ത് ബ്ലൗസ് തന്നെയാണ് ഈ സാരിക്ക് ഏറ്റവും ഭംഗി ഉണ്ടാവുക. കണ്ടോ, വൺ സൈഡ് ബോർഡർ ഇതേപോലെ വരും. പിന്നെ ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. ഏതാണെങ്കിലും ഭംഗിയായിരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്യുവർ കോട്ടാഡോറിയ. ഉടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉടുത്തൂന്നേ തോന്നില്ല. നല്ല സുഖമായിട്ട് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഒരുപാട് പേര് പ്രിഫർ ചെയ്യുന്ന സാരിയാണ്. എന്നാലും എടുത്തു പറയുകയാണെങ്കിൽ ഇതിൻ്റെ മെറ്റീരിയൽ കണ്ടോ, ഇതേപോലെ പ്യുവർ കോട്ടയാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. നമുക്കതിന് എക്സ്ചേഞ്ചും റിട്ടേണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. അത് ആവശ്യക്കാരിലേക്ക് തന്നെ എത്തുമല്ലോ. അത് ഇഷ്ടമുള്ളവർ വാങ്ങിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അടുത്തതാ ഇതേപോലെയാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂണിഷ് ടോണാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം പല സാരിയും ചോദിച്ചിട്ട് കിട്ടാത്തവരുണ്ട് കോട്ടാഡോരിയയിൽ. ഇതിൽ നിന്ന് സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്ത സ്റ്റോക്ക് എപ്പോഴാണ് വരിക എന്നറിയില്ല. നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ചിലപ്പോൾ അവിടുത്തെ കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. ഇത് ചിലപ്പോൾ പ്രൊഡക്ഷൻ ലേറ്റ് ആവേ അങ്ങനെയൊക്കെ ചെയ്താൽ. അപ്പോൾ വേണമെന്നുള്ളവർ ഇതിലത്തെ നമുക്ക് കിട്ടുമ്പോൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതേപോലെ വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് കോട്ടാഡോരിയ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പുണ്ട്. അവർ എപ്പോൾ കോട്ടാഡോരിയ വീഡിയോ ഇട്ടാലും അതിൽ നിന്ന് പർച്ചേസ് ചെയ്യും. അപ്പോൾ അവരോടായിട്ട് എടുത്ത് പറയുന്നത് കേട്ടോ. ഇതേപോലെ ബ്ലൗസ് വരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ബോർഡർ, ഒരു കുഞ്ഞ് ജെറി ബോർഡർ അല്ലാതെ വേറെ ഇല്ല കേട്ടോ. നല്ല ഭംഗിയാണ്. ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ പോവും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പിന്നെ ഇതിൻ്റെ മേക്കിംഗ് പ്രോസസ്സ് ഒക്കെ ഇത്തിരി ഡിഫറെൻ്റ് ആണ്. ഈ സാരീസിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഗ്രാസ് പാർട്ടിക്കിൾസും ഒക്കെ കാണുന്നത് തികച്ചും നോർമലാണ് കേട്ടോ. അതേപോലെ ഹാൻഡ് മെയ്ഡ് സാരീസിൽ പറയണ പോലെ പ്രിൻ്റ് ഈവൺ ആയിരിക്കണം എന്നില്ല, കളർ ഈവൺ ആയിരിക്കണം എന്നില്ല. ഇംപെർഫെക്ഷൻസും കളർ സ്മഡ്ജസും ഒക്കെ ഇതിൽ വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. അത് പ്യുവർ ഹാൻഡ് മെയ്ഡ് സാരി ആണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫും കൂടിയാണ് കേട്ടോ. ബാക്കി സിന്തറ്റിക് സാരീസിലൊന്നും ഇതേപോലെ വരില്ല, സെമി കൈൻഡ് ഓഫ് ഇതിലൊന്നും കേട്ടോ. കണ്ടോ, ഇങ്ങനത്തെ ഇംപെർഫെക്ഷൻസും ഇറഗുലാരിറ്റിയും ഒക്കെ എല്ലാത്തിലും കാണും.
എല്ലാം മനസ്സിലാക്കി മാത്രം പർച്ചേസ് ചെയ്യുക കേട്ടോ. ബ്യൂട്ടിഫുൾ സാരി. ഇതൊരു ഇൻഡിഗോ ബ്ലൂ ചെക്ക് പാറ്റേണിലാണ്, മൈക്രോ ചെക്ക് പാറ്റേണിലാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. ഈ സാരികളിൽ ഒരുപാട് തിളക്കോ മിനുക്കോ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കരുത്. ഇത് ഇതുവരെ യൂസ് ചെയ്യാത്തവരും ഫീൽ ചെയ്യാത്തവരോടും ആയിട്ടാണ് പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ് സാരിയാണ്, അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് സാരി വരിക. നല്ല ഭംഗിയുള്ള ഒരു ഇൻഡിഗോ ബ്ലൂ കളറാണ്, മീൻസ് അതിൻ്റെ ഒരു ഷെയ്ഡാണ്. കണ്ടോ, അത് പല കളറിൽ ഇൻഡിഗോ ബ്ലൂ വരും, മീൻസ് ബ്ലൂവിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ. ഇതേപോലെ ബ്ലൗസ് വരുന്നത് ഇതേപോലെ ഒരു പ്രിൻറ്റ് പാറ്റേൺ കേട്ടോ. ഇങ്ങനെ ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ് വരുന്നത്. ബ്യൂട്ടിഫുൾ ബ്ലൂ ആയതുകൊണ്ട് നമുക്ക് കളർ ബ്ലീഡിങ്ങിനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഡ്രൈ ക്ലീൻ ചെയ്യോ അല്ലെങ്കിൽ കളർ ഗാർഡ് യൂസ് ചെയ്യോ, അങ്ങനെ പ്രോപ്പർ എല്ലാ സാരീസും പ്രോപ്പർ വാഷ് കെയർ എടുക്കുക കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് ഈ വീഡിയോയിലുള്ള എല്ലാ സാരീസിനും സെയിം പ്രൈസാണ്, 1850. ഇത് നമ്പർ 5 ആണ്. ഇതും ആ ഒരു നല്ല ബ്രിക്ക് മെറൂണിഷ് ഷെയ്ഡാണ്. ഒരുപാട് എൻക്വയറി ആണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിനും. ഇതിലത്തെ എല്ലാ കളറിനും നല്ല മൂവിങ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയാണ്. ഇതേപോലെയാണ് കണ്ടോ, രണ്ട് സൈഡിലും ബോർഡർ. ഇതിലൊരു ആൻറ്റിക് ഫിനിഷുള്ള സെറീസ് ആണ്. അത് ഓരോ കളർ ഡൈങ്ങിനനുസരിച്ച് ഓരോ സാരിയിലും ഡിഫറെൻ്റ് ആയിരിക്കും. പല്ലു ഇതേപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. ബ്ലൗസ് വരുന്നത് ഇതേപോലെ കേട്ടോ, കുഞ്ഞ് ചെക്കിൽ കുഞ്ഞ് ഡോട്ട് പോലെ ആയിട്ടാണ്. ഇനി ഈ ഒരു ബ്ലൗസ് പീസ് വേണ്ടെങ്കിൽ മെറൂണോ ബേജോ ബ്ലാക്കോ ഒക്കെ ആയിട്ട് സ്റ്റൈൽ ചെയ്യാം. ഇതേപോലെ സാരി വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി, നല്ല ഭംഗിയുള്ള സാരിയാട്ടോ. പിന്നെ ഇതിൻ്റെ വിഡ്ത്ത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. ഇതാ കണ്ടോ, ഞാനിപ്പോൾ അത്യാവശ്യം ഹൈറ്റുള്ള ആളാണ്, എൻ്റെ ഹൈറ്റിനൊക്കെ വിഡ്ത്ത് ഉണ്ട് കേട്ടോ. ഒരുപാട് ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ഇത് വിഡ്ത്ത് കുറവായിരിക്കും. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ഇതിൻ്റെ ആ ഒരു ലെങ്ത്തിലും വിഡ്ത്തിലും കറക്റ്റ് ഇതിലാണ് കോട്ടാഡോരിയ വരിക കേട്ടോ. അടുത്തതാ നമ്പർ 6 ആണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഒരു പിങ്ക് പർപ്പിൾ അങ്ങനത്തെ ഒരു പ്രത്യേക ഭംഗിയുള്ള ഒരു കളറ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇതിൻ്റെ ഫോൾഡിങ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പർ ബോർഡർ ഇതേപോലെ, ലോവർ ബോർഡർ ഇതേപോലെ കേട്ടോ. നല്ല ഭംഗിയുള്ള സാരി കണ്ടോ, നല്ല ബിഗ് പോൾക്ക ഡോട്ട്സ് ആയിട്ട് ഒരു സ്പെഷ്യൽ കളറുമാണ്. ബ്ലൗസ് ഇതേപോലെ വരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ്. റേറ്റ് വരുന്നത് 1850. പ്യുവർ കോട്ടാഡോരിയ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് വരുന്ന സാരീസാണ് കേട്ടോ. അടുത്തത് ഇതേപോലെ ബ്ലാക്ക് ആൻഡ് ഒരു ബേജിൻ്റെ ഒരു ലൈറ്റർ ടോൺ, അങ്ങനെ ഒരു സ്പെഷ്യൽ കളറായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ബ്രൈറ്റർ ടോൺ വേണ്ട എന്നുള്ളവർക്ക് പറ്റിയതാണ് കേട്ടോ. ബ്ലാക്കിൽ ഇതേപോലത്തെ കുറേ പേര് ഇങ്ങനത്തെ ചോദിക്കാറുണ്ട്. അതാണ് ഇപ്രാവശ്യം ഇങ്ങനത്തെയും കൂടെ ഒരു കളർ കോമ്പിനേഷൻ കൊണ്ടുവന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക. കണ്ടോ, ഇതൊരു ഡസ്റ്റി കളറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത്. അതിൽ കണ്ടോ, ഇതേപോലെ ഒരു പേസ്ലി ഡിസൈനാണ്. ഇത് ലോവർ പോർഷനിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളറും മെറ്റീരിയലും എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. ഇതേപോലെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. റേറ്റ് വരുന്നത് 1850. അടുത്തത് നമ്പർ 8 ആണ്. ഫ്ലോറൽ, അതായത് പ്ലെയിനും അങ്ങനെയൊന്നും വേണ്ടാത്തവർ, ഫ്ലോറൽ വേണ്ടവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ ഫ്ലോറലിൽ. പിന്നെ ഈ ഫ്ലോറൽ ആവുമ്പോൾ പ്രത്യേകത ആ ഒരു സീ ത്രൂ അങ്ങോട്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിസിബിൾ ആവില്ല. കാരണം ഫുൾ ഓഫ് ഈ ഒരു ഫ്ലോറൽ പാറ്റേൺ വരുന്നതുകൊണ്ട് ഇതേപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ കൈൻഡ് ഓഫ് ഒരു വഴുതനപ്പൂവിൻ്റെ കളറൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. അപ്പോൾ ഡെയിലി കോട്ടാഡോരിയ സാരി അല്ലെങ്കിൽ എപ്പോൾ വരുമ്പോഴും വാങ്ങിക്കുന്നവർക്ക് ഇല്ലാത്തൊരു കളറായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ടാണ് വരിക. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇങ്ങനെയാണ് വരിക കേട്ടോ. റേറ്റ് 1850.
ഒരു വീഡിയോയിൽ തന്നെ എന്താ 2 കോസ്റ്റ്യൂമിൽ നിന്ന് ആലോചിക്കുന്നുണ്ടാവും അല്ലേ? ഞാൻ കോട്ടാഡോരിയൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്റ്റോറേജ് ഫുള്ളായിട്ട് പിന്നെ ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അന്ന് എടുത്തില്ല. ഹാഫ് അവിടെ വെച്ച് നിർത്തി. ഒരു 3-4 നമ്പറും കൂടി കാണിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇനി വീണ്ടും ആദ്യം മുതൽ ആ വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഞാൻ ഇനിയുള്ളത് വേറൊരു നെക്സ്റ്റ് ഡേ ആണ് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ ഞാൻ ഒറ്റ വീഡിയോയിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യുകയാണ്. സാരീസിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. 8 വരെ നമ്മൾ കാണിച്ചല്ലോ. അപ്പോൾ 9 മുതൽ കാണിക്കാം. നമ്പർ 9 ആണ് പ്യുവർ കോട്ടാഡോരിയ സാരി. ഇതിലേതെങ്കിലും ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് പ്യുവർ കോട്ടാഡോരി. നമ്മൾ ഓരോ സാരി എടുത്ത് ഈ സാരീൻ്റെ വീഡിയോ കാണിക്കുമ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് അത് ഉടുത്ത് കാണിക്കുകയാണെങ്കിൽ ഇത്രയും കൂടെ നല്ലതായിരിക്കുമെന്ന്. ഉടുത്ത് കാണിക്കാൻ നോക്കാം കേട്ടോ, എപ്പോഴെങ്കിലും ഞാൻ കാണിക്കാം. നമ്പർ 9 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിലാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് കണ്ടോ, നല്ലൊരു വെറൈറ്റി ആയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ഇത് കറക്റ്റ് ഇതിൻ്റെ അടിയിൽ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കളറ് മനസ്സിലാവുള്ളൂ. അപ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. ഇതിൻ്റെ വിത്ത് ബ്ലൗസിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും സാരി ആ ഒരു ബ്ലോക്ക് പ്രിൻറ്റിൽ വരുമ്പോൾ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സെൽഫ് കളറോ അല്ലെങ്കിൽ ഈ ഒരു ബോർഡറിലെ കളറോ ബ്ലാക്ക് ബ്ലൗസോ ഒക്കെ വേണമെങ്കിൽ ആ കളർ ബ്ലൗസ് ഇട്ടിട്ടും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് സാരി വരുന്നത്. റേറ്റ് 1850 ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ്, ഒരു ഡസ്റ്റി എന്താ പറയുക, ഓറഞ്ച് അല്ല പീച്ചും അല്ല, അതിൻ്റെയൊക്കെ ഒരു ഇടയിലുള്ളൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഷെയ്ഡാണേ. ഒരുപാട് ബ്രൈറ്റും അല്ല, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഇത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ വരുന്നത്. നല്ല ഭംഗിയാണ് കണ്ടോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണേ. ഉടുത്ത് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് സാരി വരിക. ആൻഡ് പല്ലു ഇതേപോലെ വരും. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ് കണ്ടോ, ഇതേപോലെ പ്ലെയിൻ വിത്ത് ബോർഡർ. ഈ ഒരു ബ്ലൗസിൻ്റെ കൂടെ തന്നെ ഇത് സ്റ്റൈൽ ചെയ്യണം, അപ്പോഴാ ഭംഗി. ഇനി അതല്ലെങ്കിൽ ഇപ്പം ഈ ഒരു ബ്ലൗസ് വെട്ടാതെ തന്നെ ഒരുപാട് പ്ലീറ്റ്സ് ഒക്കെ ആയിട്ടുള്ള വേണ്ടവർക്കാണെങ്കിൽ ഒരു വൈറ്റ് ബ്ലൗസിൻ്റെ കൂടെയാണെങ്കിലും നന്നായിട്ട് ചേരും. ഇതേപോലെ സാരി വരുന്നത് 1850 ആണ് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്തോ. ഇതൊക്കെ വന്നാൽ അത്രയും പെട്ടെന്ന് സോൾഡ് ആവുന്ന സാരീസാണ്. അടുത്തത് നമ്പർ 11 ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ്. ഇതിൻ്റെ ബോർഡേഴ്സ് ഇതേപോലെ ഒരു കണ്ടോ, ലൈറ്റ് ഒരു വയലറ്റ് പർപ്പിൾ അങ്ങനത്തെ ഒരു ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് വരിക. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. യെല്ലോക്ക് പിന്നെ ഭയങ്കര എൻക്വയറിയാണ്. ഇതെല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആണ് കണ്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ടാവും. കണ്ടോ, ഇങ്ങനെയാണ് സാരി. ഇതിൽ കണ്ടോ ആ ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ അത് അൺഈവൺ ആയിരിക്കും. ഇതേപോലെ കണ്ടോ കളറും പ്രിൻറ്റും ഒന്നും ഈവൺ ആയിരിക്കില്ല. അതാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് സാരീസിൻ്റെ പ്രത്യേകത. ഭയങ്കര യുണീക്കായിരിക്കും ഓരോ പീസും. പല്ലു ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ഇതേപോലെയാണ് ബ്ലൗസ് വരുന്നത്. ബോർഡേഴ്സ് ഇതേപോലെ വരും ബ്ലൗസിൻ്റെ. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടാൽ ഭയങ്കര ഭംഗിയായിരിക്കും. ഇങ്ങനെയാ സാരി വരും. 1850. ഇതാ കണ്ടോ, ബ്ലാക്ക് ആണ്. നമ്പർ 12 ആണ്. ബ്ലാക്കിന് ഒരുപാട് എൻക്വയറിയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ബ്ലാക്ക് കൊടുക്കുമ്പോൾ. കണ്ടോ, ഇതേപോലെ സാരി വരിക കണ്ടോ, ഇങ്ങനെയാ സാരി വരിക. 1 ലെയറിൽ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാലോ സീ ത്രൂ ആണ്. ഇതേപോലെയാണ് അതിൻ്റെ ഫാബ്രിക്. അതിൻ്റെ ബോർഡേഴ്സ് ഓരോ കളറിൻ്റെ അനുസരിച്ച് ഓരോ ഡൈക്ക് അനുസരിച്ച് മാറും കേട്ടോ. കണ്ടോ, ഇതിൻ്റെ ഇതേപോലെ വരിക. ആ ഒരു ബ്ലാക്കിനും ഈ ഒരു ബോർഡർ കളറിനൊക്കെ മാച്ച് ആയിട്ടുള്ള രീതിയിൽ ലോവർ ബോർഡർ ഇതേപോലെ വരും കണ്ടോ.
ഇതിൻ്റെയൊക്കെ ഒരു ഡിസൈൻ കണ്ടോ, അൺഈവൻ ആയിരിക്കും, ഇംപെർഫെക്ഷൻസ് എന്തായാലും ഉണ്ടാവും. അത് പ്യുവർലി ഹാൻഡ് മെയ്ഡാണ്. സെമി വേർഷനോ അല്ലെങ്കിൽ ഒരു സിന്തറ്റിക് വേർഷനോ ഒക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ഒരേപോലെ ഇരിക്കും. പക്ഷെ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് എപ്പോഴും യുണീക്കായിട്ട് അതിൻ്റെ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം കാണിക്കും കേട്ടോ. ഇതേപോലെ പല്ലു വരുന്നത് ആൻഡ് ബ്ലൗസ് വരുന്നത് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് പീസ് കണ്ടോ. ഇതും കൂടെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യണം കേട്ടോ, അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഭംഗി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എൻക്വയറി ചെയ്തോളൂ, പർച്ചേസ്. റേറ്റ് 1850. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എപ്പോഴും പറയുന്നത് പോലെ എല്ലാം മനസ്സിലാക്കി 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസും കളക്ഷൻസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.